ഇപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ? എന്നാ പിന്നെ ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചപ്പോ ആദ്യം തന്നെ ഓർമ്മ വന്നത് ഈ ഒരു സംഭവമാണ്. എന്നാ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു സ്പൂൺ പഞ്ചസാര, ഒരു സ്പൂൺ നെയ്യും ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമൊക്കെയാണ് കേട്ടോ ആവശ്യം വരിക. പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പൊ മാവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കയ്യിലൊട്ടി പിടിക്കണമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായിൽ 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച പാലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് ഈ മാവൊന്ന് കുക്കായ ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് പാലിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി കലക്കിയെടുത്ത ശേഷം ഇത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി മാവൊക്കെ നല്ലപോലെ വെന്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പാകത്തിന് മധുരമാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒത്തിരി മധുരമൊക്കെ ചേർക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും സൻരാജ ഡെയിലിയുടെ ഈ ഒരു ലോ GI ഷുഗർ ആണ് കേട്ടോ എടുക്കാറുള്ളത്. ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ പഞ്ചസാരയേക്കാൾ നല്ലതാണ് കേട്ടോ ഇത്. ഇനി ഇത് നന്നായി കുറുകിയ ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പാൽക്കൊഴുക്കട്ട റെഡിയായി.